ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയുടെ മാറ്റം കണ്ടിട്ട് മാഷ് പറയാണ്, നന്ദിനി ഈ അഗ്നിപർവ്വം എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണോ നന്ദിനി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം നന്ദിനിയുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്വഭാവ മാറ്റത്തിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് മാഷുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ വേദയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നന്ദിനി ഇങ്ങനെ എടോ കള്ളക്കളവും മാഷേ, നിങ്ങൾ ഈ വകത്തെ താരതമ്യങ്ങളൊക്കെ എന്നെ പറ്റി പറയുന്നുണ്ടല്ലേ, ശരിയാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് പറയുന്നുണ്ട്, ഈ അച്ഛൻ മാഷായതുകൊണ്ടായിരിക്കും കളിയാക്കുന്നതിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ അമ്മേ എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും വിനായകൻ വരികയാണ് കേട്ടോ. വിനായകൻ എവിടെയായിരുന്നു ഇത്ര നേരം? ഞങ്ങളിതേ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ഡിന്നർ കഴിക്കുകയാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും വിനായകനാണെന്നുണ്ടെങ്കിൽ വള ഇങ്ങോട്ട് എടുത്ത് കൊടുക്കാൻ ഇട്ടത്. അമ്മേ, ഞാൻ അമ്മയുടെ വള എടുത്തുകൊണ്ടിട്ട് പണയം വെച്ചില്ലേ, അത് ഞാൻ തിരിച്ചെടുപ്പിച്ചിട്ടുണ്ട്, ഇതാ പിടിച്ച അമ്മേ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അമ്മയുടെ കയ്യിൽ ആ വള കൊടുക്കുമ്പോൾ കമലമ്മ ഉടൻ തന്നെ അത് ശ്രീജയുടെ കൈ കൊടുക്കണ്ട. ആ ശ്രീജ ഇത് ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുകയാണേ. അപ്പോൾ മാഷും പറയുന്നുണ്ട്, ചെല്ല് അത് വാങ്ങിച്ചോ, പിന്നെ ഇതിനിപ്പോൾ പണയം വെക്കാനൊന്നും നിൽക്കണ്ട, അത് എടുത്തു തരാൻ വേണ്ടി തരുന്നതല്ല, അതുകൊണ്ട് അത് വിറ്റോ, എന്നിട്ട് അത് ബിസിനസ്സിൽ ഉപയോഗിച്ചോളാൻ പറയാം. അപ്പോഴേക്കും നന്ദിനി പെട്ടെന്ന് തന്നെ വിൽക്കാനോ എന്ന് ചോദിക്കണ്ട. അതെ വിറ്റോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ വിനയേട്ടനും കൂടെ കൊടുത്തൂടെ, അത്ര അത്യാവശ്യമുള്ളതുകൊണ്ടാണല്ലോ വിനയേട്ടൻ അതെടുത്ത് പണയം വെച്ചത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയും, ഇതാണ് അച്ഛൻ പറഞ്ഞ അഗ്നിപർവ്വം, ഇടയ്ക്കിങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് ഉള്ള ഒരു സംഭവമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കളിയാക്കണ്ട. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സാരമില്ല, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് അറിയട്ടോ. അപ്പോഴേക്കും വേദ പറയാണ് കേട്ടോ, അതെ അച്ഛമ്മ പറഞ്ഞില്ലേ നമ്മൾക്ക് കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തീർത്ഥാടനം പോലെ ചെയ്യാമെന്ന്, അത് നമുക്ക് ഒന്ന് ആലോചിച്ചാലോ എന്ന് പറയട്ടെ. അപ്പോഴേക്കും വിനായകൻ പറയും, അതെ വണ്ടിയൊക്കെ ഞാൻ വേദ പറഞ്ഞത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, വണ്ടിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പം മാഷ് പറയും, ഇവിടെ ഉള്ളവരെ മനസ്സ് മുഴുവനും ഒന്നായാൽ മാത്രമേ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ, ഇവിടെയുള്ളവരെ മനസ്സൊന്നും ഒന്നായി എന്ന് തോന്നുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഈ വിനയേട്ടൻ വേദ പറയുന്നത് എന്തോ അനുസരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഏതോ കള്ളത്തരം വേദ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് ഇങ്ങനെയെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി മാഷ് പറയുന്നുണ്ട്, അയ്യോ ഞാൻ പറഞ്ഞത് ആരും കാര്യമാക്കണ്ട കേട്ടോ, കുറച്ച് പൈസ വിനയേട്ടൻ കൊടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ, അതെല്ലാം വേണമെന്നില്ല, സാരമില്ല, ഞാനത് വെറുതെ പറഞ്ഞെന്നുള്ളൂ, ഞാൻ വേണമെങ്കിൽ പരസ്യമായിട്ട് എല്ലാവരോടും മാപ്പ് ചോദിക്കാം. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, വേണ്ട അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോക്ക് നല്ല രീതിയിൽ പോയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഒരു കാര്യം ശ്രീ ചേച്ചി പോയിട്ട് അമ്മമ്മോളെ കൊണ്ടുപോയോ, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടിയിട്ട് പോയിട്ട് വരാം എന്ന് പറയാം. അപ്പോൾ കമലാ ചോദിക്കും, മാഷ് എന്താ പറയുന്നത്? അപ്പോൾ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാം എന്ന് പറയും. അപ്പോൾ അച്ഛമ്മനെ വിളിക്കട്ടെ എന്ന് വേദ ചോദിക്കുമ്പോൾ മാഷ് പറയും, വേണ്ട, ഇപ്പം തന്നെ നല്ലോണം വയ്യാതിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ യാത്ര ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തീരെ വയ്യാണ്ടാവും, വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓടിപ്പടഞ്ഞ് വരും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും കൂടിയിട്ട് പോയി വരാം എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദിനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, ഈ യാത്ര കഴിഞ്ഞ് വരുന്നത്, ഈ യാത്ര നിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടാവോടി വേദേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മനസ്സിൽ. പിന്നെ വേദ വിക്രമിന് ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുമ്പോൾ വിക്രം പറയുന്നത്, എന്താ പതിവില്ലാതെ ഒരു ആപ്പിളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് പറയും. അതെ, ഞാൻ റൂട്ടിൽ കൂടെ പോരുമ്പോൾ റൂട്ടിലിട്ട് കൂട്ടിയിട്ട് വെക്കുന്നു, 100 രൂപ കിലോ. അപ്പോൾ ഞാനത് മേടിച്ചു. എല്ലാവർക്കും കൊടുത്തില്ലേ വീട്ടിൽ? ഇല്ല, ഞാൻ ആർക്കും കൊടുത്തില്ല, ഞാൻ രഹസ്യമായി ചെത്തി എൻ്റെ ഭർത്താവിന് മാത്രമായിട്ട് കൊണ്ടു തന്നത്, എൻ്റെ പേര് നന്ദിനി എന്നാണല്ലോ എന്ന് പറയും കേട്ടോ. എന്തായാലും നീ ഇവിടെ ഇരിക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അങ്ങനെ വേദ അവിടെ ഇരിക്കുകയാണേ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ താൻ പറഞ്ഞ കാര്യം ചെയ്തു കേട്ടോ എന്ന് പറയട്ടെ. എന്ത്? ഞാൻ അയാളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു, അവനെ പോയി കണ്ടു എന്ന് അറിയട്ടോ. ആരെ? വരുണിനെയാന്ന് ചോദിക്കുക. അതെ. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഉടക്ക് നിലയിലൊക്കെയാണ് സംസാരിച്ചത്, പക്ഷേ ഞാൻ സംസാരിച്ചു തുടങ്ങിയതും അവൻ്റെ സംസാരം വേറെ രീതിയിലായിരുന്നു, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, അവൻ കുറച്ചും കൂടി ജെന്യുവിനായിട്ടാണ് തോന്നുന്നുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് അവനതിൽ ശരിക്കും കുറ്റബോധമുള്ളതുപോലൊക്കെ തന്നെയാണ് തോന്നുന്നത്, അതായത് നമ്മൾ ഇവരെ ബന്ധം അംഗീകരിക്കണം എന്നാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അവൻ്റെ പഴയ ഒരു സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തതുപോലെയാണ് തോന്നിയതെന്ന് പറയട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒരാൾക്ക് 3 ലൈഫാണുള്ളത്, പബ്ലിക് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, സീക്രട്ട് ലൈഫ്. അതിൽ ഈ സീക്രട്ട് ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. പബ്ലിക് ലൈഫ് പിന്നെ നമുക്കറിയാലോ,
അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അവൻ എന്താണ് സംസാരിക്കുന്നത് അത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതായത് ഈ ബന്ധത്തിൽ നമ്മൾ ദീപ്തിനെ അനുകൂലിക്കണം എന്നാണോ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തോ അവരുടെ സംസാരം കേട്ടിട്ട് അത് ജെനുവിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പക്ഷേ നമ്മളിപ്പോൾ ഈ ബന്ധത്തിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരുടെ കാര്യം നമ്മൾ പരസ്യമായിട്ട് അവരെ അനുകൂലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അച്ഛനമ്മയ്ക്ക് വലിയ പ്രശ്നമാവില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിക്രം പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും അവൻ്റെ സീക്രട്ട് ലൈഫ് എന്താണെന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ വേദ പറയും, മോൻ്റെ സീക്രട്ട് ലൈഫ് എന്താണെന്നേ ഞാൻ കണ്ടുപിടിക്കും. മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഈ സീക്രട്ട് ലൈഫ് എന്തായാലും ഞാൻ രഹസ്യമൊക്കെ ഞാൻ പരസ്യമാക്കിയിരിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാനിട്ട് പോകൂട്ടോ വേദ അവിടെ നിന്ന്. പിന്നെ കാണിക്കുന്നത് നമ്മളെ വരുൺ ഇങ്ങനെ മൊബൈലൊക്കെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാസവനോടേക്ക് വരികയാണ്. എന്നിട്ട് വാസവൻ ഇങ്ങനെ വരുണിനോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ദീപ്തിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. നീ വിക്രമും ഞാനും തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം നീ ആദ്യം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുകൂലിച്ചിരുന്നു. അതൊക്കെ ശരിയാണെന്ന് കരുതിയിട്ടല്ല ഞാൻ അനുകൂലിച്ചിരുന്നത്. ഞാൻ നിന്നെ അനുകൂലിക്കാതെ നിനക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അച്ഛൻ എന്തെങ്ങനെയെന്ന് ചോദിക്കുമല്ലോ. പക്ഷേ ഞാൻ എന്താ ഇങ്ങനെ ആയതെന്നുള്ളതിന് ന്യായീകരണങ്ങളൊന്നും എനിക്കിപ്പോഴും തരാൻ പറ്റൂല. അതുകൊണ്ടാണ് നീ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ ന്യായീകരിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വിക്രത്തിനോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണോ അവൻ്റെ ഭാര്യയുടെ അനിയത്തിനെ നീ കരുവാക്കുന്നത്, അവളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വരുൺ പറയാണ്, ഈ പ്രായത്തിനുള്ളിൽ ഞാൻ ചെയ്ത തെറ്റ് എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു വെച്ചാൽ എൻ്റെ ഈ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് ദീപ്തി. അവളുടെ ജീവിതം വെച്ച് ഞാൻ ഒരിക്കലും കളിക്കൂല. ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇനി അതിലേക്കൊന്നും തിരിച്ചുപോക്ക് എനിക്ക് ഉണ്ടാവില്ല. ദീപ്തി എനിക്ക് ശരിക്കും അങ്ങനത്തെ ഇഷ്ടമാണെന്നൊക്കെ തന്നെ വരുൺ തുറന്നു പറയാണ്. പിന്നെ എൻ്റെ പേരിൽ ഇനി അച്ഛൻ ഒരിക്കലും വിക്രമിനോട് പ്രതികാരം ചെയ്യാനോ പകരം വീട്ടാനോ പോകരുതെന്ന് പറയാണ്. അങ്ങനെ ഒരു പ്രതികാരത്തിനോ പകരം വീട്ടലിനോ അച്ഛൻ നിൽക്കരുത്. അച്ഛൻ അതിൽ നിന്നൊക്കെ പിന്മാറണം എന്ന് പറയാൻ കേട്ടോ. അച്ഛൻ എന്നെ ഇങ്ങോട്ട് വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നത് പറയാനിരിക്കായിരുന്നു എന്ന് പറയാൻ കേട്ടോ. ശരി, നോക്കാം എന്ന് പറഞ്ഞിട്ട് വാസവൻ അങ്ങനെ പോവുകയാണ്. പിന്നെ വാസവന് ശ്രീകാന്തും കൂടിയിട്ട് ഒരു കൂടിക്കാഴ്ചയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ വാസവൻ പറയുന്നുണ്ട്, ഞാൻ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ കാത്തുനിന്നതെന്ന് പറയും. അല്ല, ഓഫീസിൽ ഇന്ന് അച്ഛനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ച അച്ഛൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെന്താ നമ്മൾ തമ്മിലുള്ള ഇത് അങ്ങനെ രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിലും അച്ഛനങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു അംഗീകാരമൊന്നും നമുക്ക് തരില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞത് തന്നെ അറിയാലോ, ഒരു കാര്യമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ, തനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, എനിക്കത് മനസ്സിലാവുന്നില്ല. അല്ല, എൻ്റെ മകൻ വരുണും തൻ്റെ പെങ്ങൾ ദീപ്തിയുമായിട്ട് ഒരടുപ്പുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെ അങ്ങനെയല്ലേ, നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കില്ല. അവർ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പുരോഗമിച്ചുള്ള സമയമല്ലേ എന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പിള്ളേർ കുറച്ച് സീരിയസ് ആണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ചിരിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഒഫീഷ്യൽ പെണ്ണുകാളെന്നുള്ള രീതിയിൽ എൻ്റെ മകന് വേണ്ടിയിട്ട് തൻ്റെ പെങ്ങളെ ആലോചിക്കട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ. ദേഷ്യം മറച്ച് വെച്ച് ശ്രീകാന്ത് പറയും, അയ്യോ അങ്ങനെ ഇപ്പോൾ തൽക്കാലം വേണ്ട, ഇതൊന്നും അച്ഛന് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല, അതുകൊണ്ട് പതുക്കനെ മതി അതൊക്കെ. പിന്നെ അപ്പോൾ തൻ്റെ സപ്പോർട്ട് ഇതിനുണ്ടാവും. എൻ്റെ സപ്പോർട്ട് അച്ഛൻ കാണില്ല, എൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. കാരണം അച്ഛനും അമ്മയും വലിയ പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ. അപ്പോൾ എൻ്റെ മകൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ പുറത്തുനിന്ന് താൻ സപ്പോർട്ട് ചെയ്യും എന്നാണല്ലേ പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്, എങ്കിൽ ശരി നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ദേഷ്യമാണ്. ശ്രീകാന്ത് ഇങ്ങനെ മനസ്സിൽ പറയുന്നത്, വാടോ താൻ വായു, തൻ്റെ മകനെ എൻ്റെ പെങ്ങളെ ഇപ്പം തന്നെ കെട്ടിച്ച് തരാം. ഇങ്ങനെ ദേഷ്യത്തോടും പകയോടും കൂടിയിട്ട് ഇങ്ങനെ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് വേദയും വിക്രമും കൂടിയിട്ട് ദീപ്തിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപ്തിക്ക് അനുകൂലമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടെ വന്നിട്ടുള്ളത്. പക്ഷേ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ വിക്രത്തിനോട് വേദ പറയാണ്, അല്ല നമ്മളിപ്പോൾ ചെന്ന് ദീപ്തിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ നിലപാട് എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, അപ്പോൾ അങ്ങനെയാണോ താൻ ഇത്രയും നേരം നമ്മൾ വീട്ടിൽ നിന്നല്ല സംസാരിച്ച് പോകുന്നതല്ലേ,
അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഗുഡ് ബുക്കിൽ താനില്ലല്ലോ, പിന്നെന്താ. എന്നാലും ഞാൻ അവളെ അനുകൂലിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണയാണ്. ഞാനോ ഇങ്ങനെയായി, ഇനി എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഞാനിങ്ങനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും എന്നല്ലേ താൻ വിചാരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും അവൾ ചെയ്യുന്നത് ന്യായീകരിക്കുന്നൊന്നുമല്ല. പക്ഷേ എങ്കിലും എനിക്ക് ചെറിയ വിഷമമുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. എടോ, അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവർ നമ്മളെ പോലെയൊന്നുമല്ല, കുറച്ചും കൂടെ അവർ ജെനുവിനാണെന്നാണ് എനിക്ക് തോന്നിയത്. ആഹാ, അപ്പം നമ്മൾ ജെനുവിനല്ല എന്നാണോ പറയുന്നത് നോക്കിയിട്ട്? അങ്ങനെയല്ല. എങ്ങനെയല്ലാന്ന്? എന്നാൽ പിന്നെ ഇപ്പം തന്നെ പറഞ്ഞു, അതിനുള്ള മറുപടി പറഞ്ഞതിന് ശേഷം പോയാൽ മതി അങ്ങോട്ട് എന്ന് പറയട്ടോ. ഞാൻ ജെനുവിനല്ല എന്ന് ഇപ്പം തോന്നുന്നുണ്ടെങ്കിൽ എന്നായിട്ടുള്ള ബന്ധം ഇപ്പം അവസാനിപ്പിച്ചോ, ഇപ്പം തന്നെ തുറന്ന് പറഞ്ഞോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അല്ല, അവർ തമ്മിൽ നല്ല മാനസികമായിട്ടുള്ള അടുപ്പാണ്. അതെന്താ, നമ്മൾ തമ്മിൽ അങ്ങനെ മാനസികമായിട്ടുള്ള അടുപ്പല്ലേ? അത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ വിക്രത്തിനോട് വേദ. അപ്പോൾ ഇനി ശബരിമലയ്ക്ക് പോയി വരുമ്പോൾ എനിക്കിതിനുള്ള ഉത്തരമൊക്കെ കിട്ടണം എന്ന് വേദ പറയുന്ന കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.